ഹായ് ഫ്രണ്ട്സ്, ഞാൻ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. ഇപ്പം ഇന്ന് വന്നിരിക്കുന്നത് രസകരമായിട്ടൊരു സിനിമേനെ കുറിച്ച് പറയാനാണ് കേട്ടോ. സിനിമയുടെ കഥയൊന്നല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ദിവസം ഇതുപോലെ തന്നെ ടി വിയിൽ കാണാണ് നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ. പണ്ടൊക്കെ ഇങ്ങനെ മലൈക്കോട്ടെ വാലിബൻ എന്നൊക്കെ പറയുമ്പോൾ കുറേ പേര് ആ സിനിമ അങ്ങനെ ഇങ്ങനെയൊക്കെ, പക്ഷെ എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ കേട്ടോ. ഞാനത് മൂന്നാല് വട്ടമായിട്ട് ഇപ്പോൾ വരുമ്പോഴൊക്കെ ഞാൻ ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് ടി വിയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇത് കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്തും കൂടെ അത് സംസാരിക്കാമെന്ന്. അഭിപ്രായം എനിക്കറിയില്ലല്ലോ. എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ രക്ഷയില്ല. അതിൽ എന്ത് രസമായിട്ട് ഓരോ ക്യാരക്ടർ അഭിനയിച്ചത് ഭയങ്കര രസമായിട്ടാണ്. എനിക്കത് എന്താ പറയുക, എപ്പോൾ കണ്ടാലും ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കും. എന്ത് രസം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓരോ സ്ഥലങ്ങൾ ഓരോ വിഷ്വലും കാണുമ്പോൾ എന്ത് രസമായിട്ടാണ്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന്റെ കഥ വെച്ച് നോക്കുമ്പം. എനിക്ക് തോന്നുന്നു ഇതിന്റെ രണ്ടാമത്തെ ഭാഗം എപ്പോഴാ വരിക അങ്ങനെ തോന്നിട്ടോ. ലാസ്റ്റ് ഒക്കെ കാണുമ്പോൾ നിർത്തിയിരിക്കുന്ന സീനം കാണുമ്പോൾ എപ്പോഴും ഇതിന്റെ രണ്ടാം ഭാഗം വരിക, ഇതിന്റെ രണ്ടാം ഭാഗം കാണണം, ഇല്ലെങ്കിൽ അതിന്റെ ബാക്കി സ്റ്റോറി എന്താണ്. ഇപ്പൊ അതിൽ തന്നെ മലൈക്കോട്ടെ വാലിബൻ തന്നെ സൂപ്പറായിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ഇനി ആളുടെ അച്ഛൻ വരുമ്പോ എന്താണ് അതിൽ അവർ തമ്മിലുള്ള കോംബോ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ കഥ എങ്ങടെ പോണേ എങ്ങനെയായിരിക്കും. എനിക്കത് ഭയങ്കര ത്രില്ല്. അപ്പൊ ഞാൻ വെച്ചു നിങ്ങളുടെ അടുത്തോണ്ട് പറയാം, നിങ്ങൾക്ക് എങ്ങനെ അത് വർക്ക് ചെയ്യുന്നറിയില്ല, ഓരോരുത്തർക്കും ഓരോ രസത്തിലല്ലേ. ഈ അതിന്റെ ബാക്കി അറിയണം, അതിന്റെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് ഓരോ വട്ടം ഞാൻ ഈ സിനിമയിലെ പാട്ട് കേൾക്കുമ്പോഴായിക്കോട്ടെ, ആ സിനിമയിലത്തെ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടിയാൽ പോലും ഞാൻ ചിന്തിക്കും, അയ്യോ ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്താ വരാത്തത്, അതിന്റെ കഥ അറിയാമല്ലോ, സുഖം ഉണ്ടാവില്ല. അങ്ങനെ കുറെ സിനിമകൾ അങ്ങനെ നമ്മളെ എന്താ പറയാ ബാക്കി എന്താണെന്ന് അറിയാൻ നമ്മൾ ഈ ഇരുത്തുന്ന സിനിമയാണ്. അതേപോലെ തന്നെയാണ് ഈ സിനിമ നിർത്തിയുള്ളത്. ഒരു അത് കഥയുണ്ട്, ആ കഥ അത് എന്താ പറയാ, ഫൈറ്റ് ആയിക്കോട്ടെ, വിഷ്വൽസ്, രക്ഷയില്ല, ഗംഭീര സിനിമ. നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയുള്ളത്? ഓരോരുത്തരുടെ അഭിപ്രായം എനിക്ക് അറിയാമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട കാര്യം ചോദിക്കണം, നിങ്ങൾക്ക് എങ്ങനെയാ അത് വർക്കായിട്ടുള്ളത്? അതിലത്തെ എന്താ കൂടുതൽ? ഇപ്പൊ ഓരോരുത്തർ സിനിമ കാണുന്ന രീതി, ചിലർക്ക് കഥയായിരിക്കും, ചിലർക്ക് മ്യൂസിക് ആയിരിക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുക, ചിലർക്ക് അതിന്റെ വിഷ്വൽസ്, പല പല രീതിയിലായിരിക്കും. ഞാൻ സിനിമേനെ മൊത്തത്തിൽ കാണുന്ന ഒരാളാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് അതിലത്തെ കഥ, ആ കഥ പോണ വഴി, അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ മാസ്, ഇതില് രക്ഷയില്ലല്ലോ, ഫൈറ്റോ, ലാലേട്ടൻ പൊളിച്ചടിക്കുന്നുണ്ട്. ലാലേട്ടന്റെ അച്ഛനും ആയിക്കോട്ടെ, അനിയനായിട്ട് അഭിനയിച്ച ആളായിക്കോട്ടെ, ആ നർത്തകിയായിട്ട് അഭിനയിച്ചത് എന്ത് രസത്തിലാ പോയിക്കണേ. ആ ഒരു അവരുടെ ആ ഒരു അഭിനയമൊക്കെ കാണുമ്പോ തോന്നും ശരിക്കും ഇതെങ്ങനെ സംഭവിക്കുന്ന സംഗതിയാണോ, അങ്ങനെ അങ്ങനെ തോന്നും. അതായത് പണ്ട് കാലത്ത് ഇങ്ങനെ ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പണ്ട് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു, അങ്ങനെ അതേപോലെ തന്നെ പണ്ട് കാലത്ത് സംഭവിച്ചൊരു കഥയാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ കണക്ട് ആയിപ്പോയി. അപ്പൊ ഇനി ബാക്കി മലൈക്കോട്ടെ വാലിബന്റെ അച്ഛനുമായിട്ടുള്ള ആ സ്റ്റോറി എങ്ങനെയാ വരിക, അത് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ വർക്കായിട്ടുള്ളതെന്ന് പറയട്ടോ. എന്റെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കാര്യം കൂടെ പറയട്ടോ.